ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ടെന്ന് യോശുവയോട് ദൈവം പറഞ്ഞ ആ വചനം ഇന്ന് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളൊന്നും പേടിക്കണ്ട, എപ്പോഴും ദൈവം നമ്മളോട് കൂടെയുള്ള കാരണം നമ്മുടെ മുമ്പിൽ ആരും നിനക്കെതിരായിട്ട് ആരും നിൽക്കില്ല എന്നാണ് പറയണേ. അപ്പോൾ ആ വചനം നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ക്രിയ ചെയ്യട്ടെ. ദൈവം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ, പുതിയ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട്. വലിയ വെയിറ്റ് ഇല്ല, എന്നാൽ നല്ലൊരു പാർട്ടി വെയറാണ്. ഇത് കണ്ടോ, ഇതൊരു 2.25 പവൻ വരും. ഇത് കണ്ടോ, ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ബീഡിൻ്റെ ഭയങ്കര രസമാണ് കേട്ടോ, ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഗ്രീൻ സ്റ്റോണും വെച്ച് നല്ല, ഇത് പ്യുവർ ആൻറ്റിക്കാട്ടോ, ആൻറ്റിക്കിൻ്റെ പക്ക ആൻറ്റിക്കാണ്. നല്ല സൂപ്പർ സംഭവം അല്ലേ, അടിപൊളി. നമ്മൾ കല്യാണ പെങ്കൊച്ചിനായാലും ഇടാനൊക്കെ നല്ലതാണ്, അല്ലാണ്ട് എല്ലാവർക്കും ഇടാന്നല്ല കേട്ടോ, ഞാൻ ബ്രൈഡിന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏത് മനുഷ്യർക്കും നല്ലതാണ് അത്. അതിൻ്റെ പണികൾ കണ്ടോ, ഭയങ്കര ഗ്രാൻഡ് പണി. അതിന് ചേർന്ന ഒരു കമ്മൽ ഞാൻ എടുത്തു വെച്ചു എന്നുള്ളൂ. ഇതിന് ഇത് വേണമെന്നില്ല, ജിമുക്ക അല്ലാണ്ട് വേറെ ഒത്തിരി ഉണ്ട്. ഞാനിങ്ങനെ ചേരുമ്പടി ഒരു ഗ്രീൻ എടുത്തു വെച്ചെന്നുള്ളൂ. ഇതൊരു 3 ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു 2.25 പവനുണ്ട്. എന്ത് രസമുള്ള വളയാന്ന് നോക്കി, സ്ക്രൂ ടൈപ്പ് ആട്ടോ. അപ്പോൾ ഏത് കയ്യിലൊക്കെ കയറുകയും ചെയ്യും. എന്ത് ഭംഗിയാന്ന് നോക്കി ഈ വള കാണാൻ, അടിപൊളിയല്ലേ, സൂപ്പർ സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 5.5, 6, 7 പവനിൽ ഇങ്ങനെ ഒരു സെറ്റ് നിൽക്കും. ഒരു 6 പവൻ കൂടി വന്നാൽ ആകുള്ളൂ. 2, 5, 6 പവനുള്ളൂ. 6 പവനിൽ ഇത് അതിമനോഹരമായ ഒരു സെറ്റായി. അപ്പോൾ ഇങ്ങനത്തെ ഇനി അടുത്ത സെറ്റ് കാണിക്കാം കേട്ടോ. ഇത് പാലക്കയുടെ വേറൊരു വേർഷനാണ്, ഒരു പുതിയ ലേറ്റസ്റ്റ് മോഡൽ പാലക്ക. ഇത് കണ്ടോ, റെഡും ഗ്രീനും സൂപ്പർ. ഇങ്ങനെ വലിയ വെയിറ്റ് ഇല്ല. ഇതിന് 1.25 പവൻ്റെ ഒരു പാലക്ക. അടിപൊളിയല്ലേ, നല്ല രസമില്ലേ, നല്ല വെറൈറ്റി ഇല്ലേ. അപ്പോൾ ഇത് ബേജ് കളറിനും ക്രീം കേരള സാരി ബേജ് കളറ് ഇതിനൊക്കെ ഭയങ്കര ഷോ ആയിരിക്കും കേട്ടോ. നല്ല ഗ്രീനും പിങ്കും ഉണ്ട്. അതിന് ഞാനൊരു ജിമുക്ക എടുത്ത് വെച്ചേക്കണേ. ജിമുക്ക് ഒരു പവനും ഇച്ചിരിയോടെ സംതിങ് കൂടെ ഉണ്ട്. നല്ലൊരു ഈ റെഡ് സ്റ്റോൺ തന്നെയുണ്ട്. നല്ലൊരു ജിമുക്ക. ഇതൊക്കെ പ്യുവർ ആൻറ്റിക്കാട്ടോ, നല്ല പക്ക ആൻറ്റിക്ക. 1.10 പിന്നെ അതിന് ഞാൻ വള ഇങ്ങനെ എടുത്തു വെച്ചേക്കണേ. ഇതിനൊക്കെ ഇത് തന്നെ എടുക്കണമെന്നില്ല, ഇതിൻ്റെയൊക്കെ ഒത്തിരി കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു 2.5 പവനോളം ഉണ്ട് വള. നല്ലൊരു വള. നല്ല ഇതെല്ലാം ആൻറ്റിക്ക് എന്ന് പറയുമ്പോൾ ഹാൻഡ് മെയ്ഡാട്ടോ, മെഷീൻ മെയ്ഡല്ല, ഹാൻഡ് മെയ്ഡാണ്. സൂപ്പറാണ്, പക്ക ആൻറ്റിക് കളക്ഷനുകളാണ്. അപ്പോൾ നമുക്ക് ഈ അതിമനോഹരമായത് നമുക്കൊന്ന് കഴുത്തേലൊക്കെ ഇട്ട് കാണാം കേട്ടോ. ഞാൻ എൻ്റെ കസിൻ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കഴുത്തിലിട്ടിപ്പോൾ കാണിക്കാവേ. മാല ഇട്ട് നോക്കണത് ഇത് ഒക്കെ സെലക്ട് ചെയ്യാൻ കൂടിയ അമല വിൽസനാട്ടോ. എൻ്റെ അനിയത്തിയാണ്, പ്രായം കൊണ്ട് മോനേക്കാളും ഇളയതാണെങ്കിലും അല്ലാണ്ട് അമ്മയുടെ അനിയത്തിയുടെ മോളാണ് അമല. എല്ലാ ഓർണമെൻറ്റ്സും കുഞ്ഞും അമലയും അമൃതയും കൂടെ കൂടി വന്നാണ് സെലക്ട് ചെയ്തത്. അത് അമലയും അമൃതയും ചേട്ടത്തി അനിയത്തിയ, കുഞ്ഞു എൻ്റെ പെങ്കൊച്ച്. അതിനെന്ന് വെച്ചാൽ ന്യൂജനെ കൊണ്ടുപോയി നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം സെലക്ട് ചെയ്തത്. ഞാൻ സെലക്ട് ചെയ്ത എല്ലാം ന്യൂജൻ സെലക്ഷൻ വേണമല്ലോ. അപ്പം ഞങ്ങൾ 4 പേരുടെ സെലക്ഷനാണ് ഫുള്ള്. അപ്പോൾ ദേ ഇട്ടു. ഇത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. എങ്ങനെയുണ്ട് ഈ മാലയുടെ ഇത്? സ്റ്റോൺ വെച്ച് നല്ല രസമുണ്ടല്ലോ. എല്ലാം നല്ല രസം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എടുത്താണ്. എല്ലാം വെച്ച് നോക്കി ഇങ്ങനെ നമ്മൾ സെലക്ഷൻ ചെയ്യുന്നപ്പോൾ അവർ പറയും ആദ്യമായിട്ടാണ് ഒരു കടക്കാർ വന്നിങ്ങനെ ഇട്ട് നോക്കി എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യണേ. അവർക്ക് തന്നെ ആദ്യമൊക്കെ രസമായിരുന്നു, പിന്നെ അവർക്ക് മടുപ്പായി. ഞങ്ങൾ സെലക്ട് ചെയ്യും, ഊരും മാറ്റും വെക്കും. അവരൊരു വിധത്തിൽ സഹിച്ചു. വലിയ അവർക്ക് അന്നേരം തിരക്കില്ലാഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു വിധത്തിൽ സഹിച്ചു. അവസാനമായപ്പോൾ മൈൻഡ് ചെയ്യാണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അത് ഈ മാലയുടെ പ്രത്യേകത കണ്ടോ, ഒരു ഗ്രീനുണ്ട്, പിന്നെ ആ പേളുണ്ട്, കുഞ്ഞ് പേള് ഹാങ് ചെയ്ത്. ഇതേ കണ്ടോ, ഹാങ് ചെയ്ത പേളും ഉണ്ട്. പ്യുവർ ആൻറ്റിക് കളക്ഷൻ ആട്ടോ. അപ്പോൾ ആ ഗ്രീൻ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ജിമുക്കയോ വേറെ എന്ത് വേണേലും ഇടാട്ടോ. ഇതിന് ഞാൻ കറക്റ്റായ നല്ല സ്റ്റോൺ, ആ ഗ്രീൻ സ്റ്റോൺ തന്നെ കമ്മലായപ്പോൾ സൂപ്പറല്ലേ കമ്മലും. പിന്നെ ആ വള നോക്കിക്കേ, ഈ ഒരു വള പോരെ ഈ കല്യാണത്തിന് ഒത്തിരി ഓർണമെൻറ്റ്സിനേക്കാളും നമ്മൾ ഒരു വള പോരെ. ഇപ്പോൾ അമലയ്ക്കും കല്യാണം ആലോചിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം പറയും, എടി ഇത് കാണുമ്പോൾ ഇത് നിനക്ക് എൻഗേജ്മെൻറ്റിന് ഇടാം, ഇത് തലേദിവസം ഇടാം.
ഓരോ ഓർണമെൻറ്റ്സ് ആൻറ്റിക്ക് എടുത്തപ്പോൾ എവിടെ വെച്ച് നോക്കി ഞങ്ങൾ ഇങ്ങനെയാട്ടോ ഞങ്ങൾക്ക് കല്യാണം ആലോചിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യണേ. ഇത് നിനക്ക് ഇന്നതിനിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ച് നോക്കുമായിരുന്നു. ദേ വള ഇങ്ങനെ ഇത് വള ഒരു വള പോരെ, ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഒരു വള മതി. എല്ലാവരും പറയും ഇത് മേടിച്ചാൽ പിന്നെ ഞങ്ങൾ ഇറന്നില്ല. ഫംഗ്ഷൻ അല്ലാണ്ട് ആരാ ഇറണേ? ഫംഗ്ഷൻ അല്ലാത്തതിന് ലൈറ്റ് വെയിറ്റ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഒരു അസറ്റാണ്. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു വള്ളി മാല അങ്ങനെയാണ് ഇറണേ. നല്ല അണിഞ്ഞൊരുങ്ങി ആഭരണങ്ങളൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ടല്ലേ എല്ലാവരും പോണേ. അപ്പം നമുക്ക് ആഭരണം അതിനും ഉപയോഗിക്കാം. പിന്നെ ലിക്വിഡ് അസറ്റാണ്, വില കയറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മുതൽ മുടക്കണത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല സ്വർണ്ണത്തിൽ മുടക്കുമ്പോൾ. അപ്പോൾ അതൊരു അസറ്റായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. പിള്ളേരൊക്കെ പിന്നെ ഇടില്ല. എല്ലാവരും പറഞ്ഞാൽ പിള്ളേരിടാനാണോ? നമ്മളും എല്ലാം 50 പവൻ തന്ന 50 പവനും ഇട്ടുകൊണ്ടാണോ നമ്മൾ നടക്കണേ? ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ മാറി മാറി ഇടും. അപ്പോൾ ഇത് ഇത്രയും മതി ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇത് ഉള്ളതിന് ഭയങ്കര അട്രാക്ഷൻ വരും. ഏത് ഫംഗ്ഷൻ ആയാലും, എൻഗേജ്മെൻ്റ് ആയാലും, തലേദിവസത്തെ ഇതായാലും, അല്ലെങ്കിൽ രാവിലെ കല്യാണം പോകുമ്പോഴായാലും നല്ല വെള്ള സാരി, ബേജ് കളർ സാരിക്കൊക്കെ ഇത് ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും. അല്ല ഇതൊന്നിനുമല്ല, ചുമ്മാ നമ്മൾ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇത്ര ഓർണമെൻറ്റ്സ് എങ്കിലും വേണ്ടേ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അണിഞ്ഞൊരുങ്ങി മനോഹരമാകാം. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ട്രഡീഷണൽ, ആ ഗ്രീൻ ഇതൊക്കെ വന്നപ്പോൾ നല്ല ട്രഡീഷണൽ ലുക്കിൽ അമല ഭയങ്കര മിടുക്കി കേട്ടോ. പക്ഷെ വാചകം അടിക്കാൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവര് വാചകം അടിക്കില്ല. ഞങ്ങൾ പറയത് എൻ്റെ കൂടെ തുണിക്കട തുടങ്ങാനെല്ലാം കൂടി തുണിക്കട തുടങ്ങാൻ പഠിച്ചു, സ്വർണ്ണക്കട തുടങ്ങാൻ കൂടി എല്ലാം പഠിച്ചു. സ്വർണ്ണത്തിൻ്റെ എല്ലാം അവൾ പഠിച്ചെടുത്തു. ഞാൻ പറയും ഇതിനെ നല്ലൊരു ചെറുക്കനെ കെട്ടിയാൽ നിനക്ക് സ്വർണ്ണക്കടയും തുണിക്കടയും തുടങ്ങിയാൽ മതി. അവൾ സിവിൽ എഞ്ചിനീയർ ആട്ടോ. ഞാൻ പ്രലോഭിപ്പിക്കണ ബിസിനസ് ചെയ്തിട്ട് മിടുക്കിയാണ് അത് കാരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓർണമെൻറ്റ്സ് ഇതിട്ട് നോക്കാവേ. അപ്പോൾ ഇനി അടുത്ത മാല അമൃത വിൽസൺ, എൻ്റെ അനിയത്തി തന്നെയാട്ടോ, അമലയുടെ അനിയത്തിയാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആട്ടോ. ഇവള് മോഡലിങ്ങും എല്ലാം ചെയ്യും. നമ്മുടെ കട വെഡ്ഡിങ് കളക്ഷൻ്റെ പരസ്യത്തിന് അമലയും അമൃതയും അനില, മൂത്ത 3 പെൺപിള്ളേരാണ്. മൂത്ത ആളും ഉണ്ടായിരുന്നു. അവൾക്ക് കുഞ്ഞാവയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ അമൃതക്കുട്ടി ഭയങ്കര ഒത്തിരി മോഡലിങ്ങും ഒക്കെ വലിയ ക്രേസാണ്. പക്ഷേ ഇപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, ജോലി ചെയ്യുക. സൈഡായിട്ട് മോഡലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദേ മാല ഇത് കണ്ടോ? ഈ മാല എങ്ങനെയുണ്ട് അമൃതേ? ഇത് റെഡും ഉണ്ട്, ഗ്രീൻ കളർ. അതെ, അത് ഇതിന് ഈ ഡ്രസ്സിനൂടെ കറക്റ്റായി വന്നു. മൊഡാൽ സിൽക്കിൻ്റെ ഇതായിട്ടേക്കണേ. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വന്നു ഈ മാല. പക്ഷേ ഇതിങ്ങനെ നമുക്ക് സാരിക്കും അല്ലാണ്ട് ഇങ്ങനെ ലാച്ചയ്ക്കും ഒക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ബേജ് കളർ ലാച്ചയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ട്രഡീഷണലും ആണ്. ഇത് മോഡേൺ പാലയ്ക്ക, ട്രഡീഷണലും ആണ്, മോഡേൺ പാലയ്ക്ക കേട്ടോ. അതുപോലെ കമ്മൽ നോക്കിക്കേ. ഈ ജിമുക്ക ഇട്ടാൽ തന്നെ ഒരു ഭയങ്കര ലുക്കാട്ടോ. ജിമുക്കയുടെ ഒന്ന് ഓർത്ത് നോക്കി, എത്രയോ കാലം മുമ്പ് എനിക്ക് 7 പിടിച്ചപ്പോൾ കാതുകുത്തിയത് അന്നേരം ജിമുക്കയായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ജിമുക്കയുടെ തരംഗം അല്ലേ, അത് പോവില്ല. അത് കേരളം തന്നെയാണോ, ഇന്ത്യ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ജിമുക്ക ഒരു ഭയങ്കര ഒരു കണ്ടുപിടിച്ച ആൾക്കാർക്കൊരു ഇത് കൊടുക്കണം അല്ലേ. അതൊരിക്കലും മാറില്ല ആ ഫാഷൻ. അല്ലെങ്കിലും പഴയ ഫാഷൻ ഒന്ന് റൗണ്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എന്തെങ്കിലും ഗ്ലാമർ കാണിച്ച് വന്നതല്ലാണ്ട് പുതിയതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ വള കണ്ടോ? ഇപ്പം ഇങ്ങനെ ഇത്രേ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ഇപ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങാനല്ലേ ന്യൂജൻ പിള്ളേർക്കൊക്കെ ആഗ്രഹമുള്ളൂ. ഇതിപ്പോൾ 1.25 പവൻ, 1.25, ഇത് 2 കൂടെ 3, ഒരു 5.5 പവനിൽ ഒരു സെറ്റായി. ബ്രൈഡ് ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ഇടാം, തലേദിവസത്തേന് ഇടാം, എൻഗേജ്മെൻറ്റിന് ഇടാം, ഫംഗ്ഷൻ. പിന്നെ അതുകൂടാണ്ട് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർണമെൻറ്റ്സ് എടുക്കുമ്പോൾ സെലക്ട് ചെയ്തെടുത്താൽ ആരും പെട്ടിയിലെടുത്ത് ഇടില്ല എന്ന് ന്യൂജൻ പറയില്ല. എന്തുകൊണ്ടാണ് അവർ ഇടില്ലാത്തതെന്നറിയാമോ? കല്യാണം ആകുമ്പോൾ പോയി കുറേ സ്വർണ്ണം അങ്ങ് എടുക്കും. ഒട്ടും അയ്യോ ആൻറ്റിക്ക് ഒന്നും എടുക്കൂല, മേക്കിംഗ് ചാർജൊക്കെ ഇല്ലാത്ത, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കേരള ഐറ്റം ഒത്തിരി ഇവിടെ ഉണ്ട്. മേക്കിംഗ് ചാർജ് ഒന്നും ഇല്ലാത്ത ഈ വെയിറ്റ് കൃത്യം 50 പവൻ, അതിനെന്തോരം കാശ് കുറച്ച് മേക്കിംഗ് ചാർജ് കിട്ടുമോ? അപ്പോഴാണ് ആ പിള്ളേർ ഇടില്ലാത്തത്. ഇതൊക്കെ കണ്ട ഏത് മനുഷ്യനും ഇടും. നമ്മൾ സ്വർണം എടുക്കണത്, ആഭരണം എടുക്കുമ്പോൾ, നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്ന് എടുക്കാറുണ്ടോ? നിങ്ങൾ എന്തുമാത്രം ചൂസ് ചെയ്ത ഒരു ഇട്ട് കുറച്ച് 1 വർഷം കഴിഞ്ഞതിന് മുമ്പ് പോണ ചുരിദാർ സെലക്ട് ചെയ്യണത്. അപ്പോൾ ഇത് എന്തോരം കാലം ഇരിക്കണ ഓർണമെൻറ്റ്സ് ഗോൾഡ് എടുക്കുമ്പോൾ ഞാൻ ഓർക്കും എപ്പോഴും ചുമ്മാ ഇങ്ങനെ കുറേ സ്വർണം. ന്യൂജൻ പിള്ളേർ അത് വല്ലതും ഇടുമോ? അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ പീസും ആൻറ്റിക്കൊക്കെ കണ്ട കൊതിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനത്തെ ആൻറ്റിക്കെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയ കളക്ഷൻ വന്നത്. അപ്പം നമ്മൾ അങ്ങനെ അല്ലാണ്ട് ഓർണമെൻറ്റ്സ് ഇത്ര പവൻ, അത് എന്തോരം പണിക്കൂലി കുറച്ച് എവിടെ കിട്ടും, എന്നിട്ട് കൊണ്ടുപോയി പെട്ടിയിൽ വെച്ചേക്കും. ആരും ഇടൂല. നിങ്ങൾ സെലക്ട് ചെയ്ത് പിള്ളേർക്ക് മക്കൾക്ക് കൊടുത്തേക്കല്ല. ഇത് വർഷങ്ങൾ വില എന്നാലും കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഇത് മാറി നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ട് പേരക്കിടാവിന് വരെ ഇത് കൈമാറി
മാറിപ്പോവും. ഈ ഓർണമെൻറ്റ്സ് നഷ്ടപ്പെടാണ്ട് അവർ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വിറ്റ് ഒന്നും നശിപ്പിക്കില്ല. ഓർണമെൻറ്റ്സ് കാണാൻ ഭംഗിയില്ല, ഇടില്ലാണ്ട് വരുമ്പോൾ എല്ലാവരും വിൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇതൊന്നും നഷ്ടപ്പെടാണ്ട് അവർ സൂക്ഷിക്കും. എല്ലാം ഇട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ പറയാൻ പാടല്ലേ. അപ്പോൾ ഇട്ട് കാണിക്കാൻ വേണ്ടി അവരെ വിളിച്ചാൽ വരില്ല, കഷ്ടപ്പെട്ട് വിളിച്ചാൽ. അപ്പോൾ ഇട്ടാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഓർണമെൻറ്റ്സ് എടുത്തത്. കംപ്ലീറ്റ് പർച്ചേസിങ്ങിന് അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇട്ട് നോക്കും, എന്നിട്ട് വെച്ച് നോക്കും നല്ലതാണോ, ഇങ്ങനെ നോക്കി ഓരോന്നും സെലക്ട് ചെയ്ത് ഒരു ബോട്ടിക് സ്റ്റൈലിലെ സത്യത്തിൽ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സെലക്ഷൻ നടത്തിയേക്കണേ. അതുപോലെ പറക്കി ആണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്കടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ഒത്തിരി ലൈറ്റ് വെയ്റ്റിൻ്റെയും ഒത്തിരി ഐറ്റം ഉണ്ട്. എല്ലാ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിൽ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നമുക്ക് ഓർണമെൻറ്റ്സിനെ പറ്റി ഒരു ബോധം വരും. ഇപ്പം തുണിയുടെ നിങ്ങൾ കണ്ട് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് തുണിയുടെ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ സ്വർണ്ണലോകം നമുക്ക് പരിചയപ്പെടാന്നേ. അപ്പോൾ നമുക്കതിനോട് ഇഷ്ടം തോന്നും, ഇതൊക്കെ കാണുമ്പോൾ എടുക്കണം എന്ന് തോന്നും. അതിപ്പോൾ നമുക്കൊരു അസറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പൈസ ചുമ്മാ ഇതിനൊക്കെ കളയുമ്പോൾ ഇതൊരു അസറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ഓരോ ഫംഗ്ഷൻ ഇടുകയും ചെയ്യുക. അപ്പോൾ എനിക്കും അനുഗ്രഹമാകും, നിങ്ങൾക്കും അനുഗ്രഹമാകും. അതുകൂടാണ്ട് നമ്മൾ ഗോൾഡിൽ നമ്മൾ സ്കീമുകളുണ്ട് കേട്ടോ, ഗോൾഡ് മേടിക്കാനുള്ള. അപ്പോൾ നമ്മൾ ആ സ്കീമിനെ പറ്റി അറിയണമെങ്കിൽ 9447575564 എൻ്റെ മൊബൈൽ നമ്പറിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 2 സ്കീമുണ്ട്, മനോഹരമായ സ്കീമാണ്. അത് നിങ്ങൾക്ക് അതിൽ സ്കീമിൽ ചേരുമ്പോൾ നമ്മൾ അറിയാണ്ട് സ്വർണം മേടിക്കും. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമുക്ക് എപ്പോഴും വില കൂടുക, അല്ലാണ്ട് സ്വർണ്ണത്തിന് വില കുറയില്ല. നമ്മൾ ഇത്രയും കാലം നോക്കിയിട്ട് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കുറയില്ല എന്നാണ് പറയണത്. ഇത്രയും കാലം കുറയാത്തത് ഇനി കുറയില്ല, കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കതൊരു അനുഗ്രഹമാകും. ഓർണമെൻറ്റ്സ് ഇടുകയും ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. Revati Gold and Diamonds, Post Office Junction, opposite Revati Wedding Collections, Muvatupuzha.